സാറേ, ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്നാണ് കേട്ടത്. ഈ റഫേൽ യുദ്ധവിമാനത്തെക്കുറിച്ച് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? ഈ കേട്ടത് മാത്രമല്ല, സത്യമായിരുന്നു അത്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അത്യാധുനിക വിമാനമാണ് റഫേൽ. റഫേൽ തന്നെയാണ് മുൻനിരയിൽ ഇതൊക്കെ ചെയ്തത്. അതിർത്തി കടന്നിട്ടില്ല. അതിർത്തിയിൽ നമ്മുടെ വ്യോമാതിർത്തിയിൽ നിന്ന് തന്നെയുള്ള ആക്രമണമായിരുന്നു എന്നുള്ളതൊക്കെ തെളിയിച്ച് നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച് വന്നിട്ടുണ്ട്. പുതിയ വിവരം റഫേലിനെ പറ്റി എന്താണെന്ന് വെച്ചാൽ, റഫേൽ ഇന്ത്യയിൽ പണിയാൻ പോകുന്നു. അതാണ് ടെക്നോളജി മാത്രമല്ല, റഫേൽ ഇന്ത്യയിലാണ് നമുക്ക് വേണ്ടതുമൊക്കെ. ഇന്തോനേഷ്യക്ക് റഫേൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റകുറ്റപ്പണികളും ഒക്കെ ഇന്ത്യയിലാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇന്തോനേഷ്യക്ക് കൊടുത്തതും കൂടി. അപ്പോൾ റഫേലിൻ്റെ ഫ്യൂസലേജ് ഇന്ത്യയിൽ പണിയും എന്നുള്ളത് അത് പണിതിരിക്കുന്ന ദസോൾട്ട് ഏവിയേഷൻ ഫ്രാൻസിലെ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഫ്യൂസലേജ് എന്ന് പറയുന്നത് വിങ്, ടെയില്, എൻജിൻ അത് ഒഴിച്ചിട്ടുള്ള പ്രധാന ഭാഗം ഉണ്ടല്ലോ വിമാനത്തിന്റെ, അതാണ് ഈ ഫ്യൂസലേജ് എന്ന് പറയുന്നത്. ആ ശരിക്കും വിമാനം എന്നും പറയാം നമുക്ക്. എൻജിൻ എപ്പോഴും വേറെ വരണം. നമ്മളിപ്പോ തേജസ് പണിയുമ്പോൾ അമേരിക്കൻ എൻജിൻ വരണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ വിമാനം തന്നെ റഫേൽ ഇവിടെയാണ് പണിയാൻ പോകുന്നത്. അത് നമ്മളിപ്പോൾ 66,970 കോടി രൂപയുടെ കരാർ, 7 ബില്യൺ യൂറോ നമ്മൾ ഏപ്രിൽ 28 ഒപ്പിട്ടിട്ടുണ്ട്. 26 റഫാൽ കൂടി വാങ്ങാനായിട്ട് ഒപ്പിട്ടപ്പോൾ ഇതും കൂടി അതിൽ വ്യവസ്ഥയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഇനി റഫാൽ പണിയുന്നത്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ MRO, മെയിൻ്റനൻസ് റിപ്പയർ ഓവറോൾ, MRO, ആ പരിപാടികളും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. 6 മാസത്തിനകം നോയിഡയിൽ ഇത് തുടങ്ങും. അങ്ങനെയാണ്. പിന്നെ ഈ MRO, മെയിൻ്റനൻസ് റിപ്പയർ ഓവർ ഓൾ, അത് ഹൈദരാബാദിലും ഒരു കേന്ദ്രം വരും. അത് ഈ കൊല്ലം തന്നെ വരും. അപ്പോൾ വളരെ വേഗത്തിലാണ് സംഗതികൾ. റഫാൽ ഇവിടെ തന്നെ പണിയുന്ന പരിപാടി തുടങ്ങുന്നത്. ഈ MRO എന്ന് പറയുന്നത് മെയിൻ്റനൻസ് റിപ്പയർ ഓവറോൾ, അത് എൻജിനുകളുടെ, പിന്നെ അഡ്വാൻസ്ഡ് സെൻസറുകൾ, പിന്നെ അതിൻ്റെ അകത്തെ ആയുധങ്ങളില്ലേ, വെപ്പൺ സിസ്റ്റംസ്, മിസൈൽ തുടങ്ങിയ സംഗതി, ഇതിനൊക്കെ എന്തെങ്കിലും സംഗതികൾ വന്നു കഴിഞ്ഞാൽ മെയിൻ്റനൻസ്, അറ്റകുറ്റപ്പണി പരിപാടികളൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഫ്യൂസലേജ് പണിയുന്നു, അതിൻ്റെ കൂടെ MRO, മെയിൻ്റനൻസ് റിപ്പയർ സംഗതികളൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നു. അപ്പോൾ നേവിക്ക് വേണ്ടിയിട്ടാണ് ഈ 66,970 കോടിക്ക് 26 റഫാൽ വാങ്ങാനായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നത്, നേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി മാറുകയാണ് റഫാൽ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയെ ഉൽപ്പാദനത്തിനും അറ്റകുറ്റപ്പണിക്കും ഒരു പ്രധാന കേന്ദ്രമായിട്ട് ഫ്രാൻസ് കരുതും എന്ന ആ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 26 റഫാൽ വിമാനങ്ങൾ ഈ വാങ്ങുന്നതിൽ, അല്ലെങ്കിൽ ഇവിടെ പണിയുന്നതിൽ, അതിൽ 22 സിംഗിൾ സീറ്റർ ആണ്. 22 4 4 ട്വിൻ സീറ്റർ ആണ്. റഫാൻ മറൈൻ ജെറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നേവിക്ക് വേണ്ടി പരിഷ്കരിച്ച പതിപ്പാണ് റഫാലിൻ്റെ. INS വിക്രാന്തിൽ ആണ് അവ ഉണ്ടാവുക. INS വിക്രാന്തിന് വേണ്ടിയിട്ടാണ് ഈ റഫാലുകൾ വാങ്ങുന്നത്. 2028 ഡെലിവറി തുടങ്ങും എന്നാണ് വ്യവസ്ഥ. 2030 ഡെലിവറി തീരുകയും ചെയ്യും. 2 വർഷം കൊണ്ട് ഇത്രയും 26 എണ്ണത്തിൻ്റെ പണി തീരുകയാണ്. അപ്പോൾ കരാറിൽ ക്രൂ ട്രെയിനിങ്ങിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയിലും ഫ്രാൻസിലും വെച്ചിട്ടായിരിക്കും ക്രൂവിനെ പരിശീലിപ്പിക്കുന്നത്. 5 വർഷത്തെ പെർഫോമൻസ് അതിനെ ആധാരമാക്കിയിട്ട് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് പ്ലാൻ, അതും ഈ വ്യവസ്ഥയുടെ ഭാഗമാണ്. പിന്നെ ഈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, അത് വ്യവസ്ഥ അതിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആണെങ്കിൽ നമ്മൾ വാങ്ങുന്നുള്ളൂ എന്ന് നമ്മളിപ്പോൾ എല്ലാവരോടും പറയുന്നു. നമ്മൾ കരാറിൽ 67,000 കോടി രൂപയില്ലേ? അതെ. അപ്പോൾ
ചെറിയ തുകയല്ലല്ലോ അവർക്ക് കിട്ടുന്നത്, ഇത്രയും ബില്യൺ കിട്ടുന്നത്. 7 ബില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കച്ചവടമാണ്. അപ്പോൾ അവർ സമ്മതിക്കും. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. IAF അതായത് വ്യോമസേനയ്ക്ക് ഇപ്പം 36 റഫാലാണ് ഉള്ളത്. 2020 നമ്മൾ വാങ്ങിക്കാൻ തുടങ്ങി, 2022 ഡെലിവറി കഴിഞ്ഞതാണ് 36 എണ്ണം. 2030 ഇത് പുതിയതും കൂടി കിട്ടുമ്പോൾ 62 എണ്ണം ആവും. എയർഫോഴ്സിനും നേവിക്കും കൂടി 62 എണ്ണം ആവും. പിന്നെ 114 മൾട്ടി റോൾ ഫൈറ്റേഴ്സ്, അതിന് നമ്മൾ ഓർഡർ കൊടുക്കാൻ പോകുന്നുണ്ട്. മൾട്ടി റോൾ ഫൈറ്റേഴ്സ് 114 എണ്ണം. അപ്പം നമുക്ക് ലോകത്തിലെ ചിലപ്പോൾ ഏറ്റവും വലിയ റഫാൽ വ്യൂഹം ഇന്ത്യയിലാകാം എന്ന റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഫ്രാൻസിന് 231 റഫാലാണ് ഉള്ളത്. അവിടെ തന്നെ പണിത് അവിടുത്തെ തന്നെ സേനയിലുള്ളത് 231 എണ്ണമാണ്. നമ്മൾ ചിലപ്പോൾ 114 മൾട്ടി ഫൈറ്റർ ഇത് തന്നെ ആകണമെന്നില്ല. ഇത് തന്നെ ആവുമ്പോൾ നമ്മളുടേത് വലിയ റഫാൽ വ്യൂഹമാവും. അപ്പം 114 എണ്ണം അടുത്ത 20 കൊല്ലം കൊണ്ട് വാങ്ങിക്കുന്ന പോലെയാണ്, അല്ലാതെ ഒരുമിച്ച് പെട്ടെന്ന് വരുന്നതല്ല. MRO ഹബ്ബ് നോയിഡയിലാണ് വരുന്നത്. റഫാൽ പ്ലസ് മിറാഷ് 2000, പിന്നെ ജഗ്വാർ വിമാനങ്ങൾ, ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ഈ നോയിഡയിലെ കേന്ദ്രത്തിൽ നടത്താൻ പറ്റും. റഫാലിൻ്റെ മാത്രം അല്ല. അപ്പോൾ അവിടെ സ്ഥിരം പണി ഉണ്ടാവും. അതാണ് പല വിമാനങ്ങളുടെയും. പിന്നെ ഈ ഉത്തർപ്രദേശിൽ ജവാർ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യാന്തര വിമാനത്താവളം വന്നിട്ടുണ്ടല്ലോ, നോയിഡയ്ക്കടുത്ത് ജവാർ. ആ വിമാനത്താവളത്തിൻ്റെ അടുത്താണ് ഈ റഫാൽ പണിയുന്നതും മെയിൻ്റനൻസും ഒക്കെ ആയിട്ടുള്ള കേന്ദ്രം വരുന്നത്. അതും തീരുമാനമായിട്ടുണ്ട്. പിന്നെ സഫ്രാൻ എന്ന് പറഞ്ഞ കമ്പനി ഫ്രാൻസിലുണ്ടല്ലോ, അത് എൻജിൻ്റെ കമ്പനിയാണ്. സഫ്രാൻ വിമാനങ്ങളുടെ എൻജിനുകൾ പണിയുന്ന കമ്പനി. ആ സഫ്രാൻ്റെ M88E എൻജിനുകൾ AESA റഡാർ, മെറ്റിയോർ മിസൈൽ ഉണ്ടല്ലോ നമുക്ക് ഇപ്പോൾ ഉള്ളത്, മെറ്റിയോർ മിസൈൽ, സ്കാൽപ്പ്, പിന്നെ AASM പ്രിസിഷൻ ഗൈഡഡ് മിസൈൽസ്, ഇതിൻ്റെയുമൊക്കെ അറ്റകുറ്റപ്പണികൾ ഇന്ത്യയിൽ ഈ കേന്ദ്രങ്ങളിൽ നടക്കും എന്നും തീരുമാനമായിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഈ റഫേൽ വെച്ച് നമ്മൾ ഇനി ഒരു വലിയ സ്ക്വാഡ്രണൊക്കെ ഉണ്ടാക്കിയിട്ടും നീങ്ങുമ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ റഫേൽ ഉള്ളത് ഫ്രാൻസ് കഴിഞ്ഞാൽ നമ്മളായി മാറുകയാണ്. അതെ, ചിലപ്പോൾ ഫ്രാൻസിനേക്കാൾ കൂടുതൽ റഫാൽ നമുക്കുണ്ടാകാം എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ്, പലതരം മിസൈലുകൾ, അതിൻ്റെയൊക്കെ ഈ കേന്ദ്രങ്ങളിൽ തന്നെ നടക്കും എന്ന് പറയുന്നുണ്ട്. ഈ ഹൈദരാബാദിൽ ഒരു MRO വരുന്നുണ്ടല്ലോ, മെയിൻ്റനൻസ് റിപ്പയർ ഒക്കെ, അത് റഫാൽ എഞ്ചിനുകൾക്ക് വേണ്ടി ഈ സഫ്രാൻ കമ്പനി തുടങ്ങുന്നതാണ് ഹൈദരാബാദിലെ ഈ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ കൊല്ലം തന്നെ തുടങ്ങും എന്നും സഫ്രാൻ അറിയിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യ 42 റഫാൽ ആണ് വാങ്ങിയിരിക്കുന്നത്. അതും ഈ നോയിഡയിലെ കേന്ദ്രത്തിൽ ആണ് അതിൻ്റെ അറ്റകുറ്റപ്പണികളും ഒക്കെ നടക്കുക. അടുത്ത 6 മാസത്തിൽ നോയിഡയിൽ തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ നോയിഡ കേന്ദ്രത്തിൻ്റെ മേധാവിയായിട്ട് വരുന്നത് ഡസോൾട്ടിലൊരു ഇന്ത്യക്കാരനുണ്ട്, ഫ്രാൻസിൽ, ആന്ധ്രക്കാരനാണ്, പൊസീന വെങ്കട്ടറാവു. അദ്ദേഹമായിരിക്കും നോയിഡ കേന്ദ്രത്തിൻ്റെ മേധാവി എന്നും തീരുമാനിച്ചിട്ടുണ്ട്. സാർ, ഇപ്പോൾ ഈ റഫേൽ യുദ്ധവിമാനം നമ്മൾ വാങ്ങുമ്പോൾ ടെക്നോളജി കൈമാറാവുന്ന ഒരു കരാറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ DRDOയും അതുപോലെ തന്നെ ആർമിയുടെ ഓഫീസും ഒക്കെ ചേർന്ന് അതിനകത്ത് പിന്നെ അപ്ഡേഷനൊക്കെ വരത്തില്ലേ, ടെക്നോളജിയിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് ഇപ്പം തന്നെ നമ്മൾ ഉപയോഗിച്ച മിസൈലിനകത്ത് നമ്മുടേതായ സാങ്കേതികവിദ്യ കൂടി കൂട്ടി അതിൻ്റെ ഒരു പവർ കൂട്ടി എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ റഫേൽ വിമാനം നിർമ്മിക്കുമ്പോഴും ഉണ്ടാവില്ലേ? അത് ശരിയാ. അതെന്താണെന്ന് വെച്ചാൽ റഫാൽ വിമാനം നമ്മളുടേതായ ടെറൈനുമായി ബന്ധപ്പെടുത്തി, ഇല്ലേ, നമ്മുടെ ഭൂപ്രകൃതി, നമ്മളുടെ ഓരോ കമാൻഡിന് വേണ്ടത്, അല്ലേ, പടിഞ്ഞാറ് രാജസ്ഥാൻ, ഗുജറാത്ത്, അതുപോലെ പാകിസ്ഥാനും ചൈനയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ ബോർഡറിൽ. അപ്പോൾ അതിർത്തിയിൽ എങ്ങനെയാണ് വേണ്ടത്, അതിൻ്റെ അകത്ത് ഏതുതരം മിസൈലാണ്, എങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ സംഗതികൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ട ഒരു ഡിസൈനും കൂടിയൊക്കെ ചേർത്തിട്ടുള്ള പണിയായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പേടിക്കാൻ, മറ്റേ പാകിസ്ഥാന് പേടിക്കാൻ ഒരു കാരണം കൂടിയായി.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.